हम तो चुपके तुमको देखा करते हैं, बातें तेरी बस सोचा करते हैं। हम तो चुपके तुमको देखा करते हैं, बातें तेरी बस सोचा करते हैं। ഹലോ ഗായ്സ്, ഇന്നൊരു സൺഡേ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ രാവിലെ എണീച്ചപ്പോൾ നോക്കുമ്പം ഒന്ന് പുറത്ത് പോകാനുണ്ട്, പിന്നെ മമ്മി ഇന്ന് പോവുകയാണ്, പിന്നെ കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു സൺഡേ വ്ലോഗ് ആക്കിയിട്ട് ചെയ്യാമെന്ന്. ഇന്നലത്തെ വ്ലോഗിൻ്റെ മാതിരി ചൊറയും കുത്തിരുന്ന ഒരു വ്ലോഗൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം പണിയൊക്കെ എടുത്തിക്കണ്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ഓക്കെ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പം രാവിലെ എണീച്ചിട്ട് ഞാൻ വിചാരിച്ചെന്നാ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന്. അങ്ങനെ പുതപ്പും അടുക്കുന്ന കലാപരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ബെഡൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ ഞാൻ കുറച്ച് നേരം ക്യാമറയിലേക്ക് നോക്കി തുറന്ന് വെറുതെ ക്യൂട്ട്നെസ് അത്ര തന്നെ. അങ്ങനെ ക്യൂട്ട്നെസ് ഇട്ട് മടുത്തപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പോയി പല്ല് തേക്കാം. ഓക്കെ, നല്ലൊരു ദിവസമല്ലേ, പല്ലൊക്കെ തേച്ച് തുടങ്ങാം. അതിന് ഞാൻ പല്ല് തേച്ച് അത് കഴിഞ്ഞ് ഫേസ് വാഷ് ഇടുകയാണ് കേട്ടോ. അതെ, എന്നും ഇങ്ങനെ തന്നെയാണ്, പല്ല് തേക്കും ഫേസ് വാഷ് ഇടും, ഇത് മാത്രമേ രാവിലത്തെ പരിപാടി. അങ്ങനെ ഫേസ് വാഷ് ഇടലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്ന്. ഇന്നും പുട്ടാണ് ഗൈസ്, പുട്ടും പഴവും. അങ്ങനെ പുട്ടും പഴമൊക്കെ കഴിച്ചിട്ട് അടുക്കള ചെന്നപ്പോൾ മമ്മി ഫ്രൈഡ് റൈസിനുള്ള പ്രിപ്പറേഷൻസിലൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള സാമഗ്രികളാണ് ഈ ചട്ടി കിടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളെയും ചിക്കൻ വാങ്ങാൻ വിട്ട്. അപ്പം നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് എടുക്കുക, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്ത് വാങ്ങാനാണ് പോകുന്നതൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നടന്ന് നമ്മളെ റൂമിൻ്റെ കുറച്ച് അടുത്താട്ടോ ഈ ചിക്കൻ കട. ഞാൻ നടന്ന് ചിക്കൻ കടയിലെത്തി. അവിടെ പോയി വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മൾ. ചിക്കൻ കടയിലാണെങ്കിൽ ഹലാക്കിലെ തിരക്ക്, ഒരു കാലത്തില്ലാത്ത തിരക്ക്. പിന്നെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വേറെ പണിയൊന്നുമില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ AGBയിലേക്ക് വന്നു. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡെയിലി ഇതിലൂടെ കേട്ടോ ക്ലാസ് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടുവന്ന് ഇപ്പോഴും എടുക്ക് പോകേണ്ട നിൽക്കല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മമ്മിക്ക് എന്തോ മരുന്ന് വാങ്ങാണ്ടായിട്ട് ഫാർമസിയിലേക്ക് വന്നിട്ടോ. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഫാൻസി കയറി. AGBയിൽ തന്നെയുള്ള ഫാൻസിയിലാട്ടോ എന്തോ ഒന്ന് വാങ്ങാൻ കയറിയാണ്. അപ്പോൾ ഈ വള കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്ത്. എനിക്ക് കുപ്പിവള എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെയാണ് ഇഷ്ടംപോലെ കുപ്പിവള കിട്ടും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഫ്രൂട്ട്സ് കടയിൽ നമ്മൾ കയറി. എന്നും ഇവിടുന്നാട്ടോ ഫ്രൂട്ട്സ് വാങ്ങല്, നമ്മളിപ്പോൾ വാങ്ങണമെങ്കിലും ഇവിടുന്ന് വാങ്ങല്. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് തിരിച്ചു വന്ന്. ഇതാണ് നമ്മളെ റൂം. ഒരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മൾ ചിക്കൻ വാങ്ങിയപ്പം സ്കിന്നില്ലാത്ത ചിക്കൻ വാങ്ങാൻ മറന്നുപോയി. ഒരു കാര്യം പറയാണ്ട്, ചിക്കൻ സ്കിന്നുണ്ട്. ഞാൻ നിങ്ങളെ മോളെ വാങ്ങിയതാ ഉണ്ട്. സംഭവം എന്താ വെച്ചാല് ചിക്കനൊക്കെ വാങ്ങി വന്നതിന് ശേഷമാണ് നമുക്ക് ബോധം വെച്ച് സ്കിന്നില്ലാത്ത പറയാൻ പറഞ്ഞു. പിന്നെ ഒരു തെറ്റൊക്കെ ഏത് പോലീസുകാരനും പറ്റും ഇല്ലേ? ഉണ്ട്. പിന്നെ തെറ്റ് മാത്രം പറ്റുന്ന ഒരു പോലീസുകാർ കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ. അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല, മക്കളല്ലേ, അതൊക്കെ അത്രയേ ഉള്ളൂ ഇല്ലേ? ആ തന്നെ. അങ്ങനെ മമ്മി ഓരോ പണിയെടുത്തോണ്ട് നിൽക്കുമ്പോൾ ഞാനൊരു ഹോളിൽ ഇങ്ങനെ ചൂടുവെള്ളം കുടിച്ചിരിക്കുക. ചൂടുവെള്ളം കുടിക്കാൻ കാരണം തൊണ്ടക്ക് ചെറിയൊരു ഹിച്ചിക്കിച്ച് വന്നപ്പം വെറുതെ റിസ്ക് എടുക്കേണ്ട വിചാരിച്ച് കുടിച്ചാണ്. പിന്നെ നോക്കുമ്പോൾ പെരുമഴ. അങ്ങനെ മഴയെ നോക്കി ഇങ്ങനെ തൊള്ളർന്ന് നിർത്തിരുന്നപ്പോൾ ഒരു പ്രത്യേക സുഖം. മഴന്റെ പര്യായാണ് മഴ എന്നാണ് നമ്മളെ ശ്രീനാഥ് വാസി പറഞ്ഞിരിക്കണത്. അങ്ങനെ മഴയൊക്കെ കണ്ടിരുന്നപ്പോഴേക്ക് ഫുഡ് കഴിക്കാനായി നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് നല്ലപോലെ ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്ക് മമ്മിക്ക് പോകാനുള്ള സമയം. 8 മണിക്കായിരുന്നു ട്രെയിന്. അപ്പം നമ്മളൊരു 6 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങി. അങ്ങനെ നമ്മളിങ്ങനെ ഓട്ടോറിക്ഷ പോകുമ്പോഴുള്ള രംഗങ്ങളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മമ്മിയും ഞങ്ങളുടെ കൂടെ ജെൻസി ആയിട്ടൊരു സംഭവങ്ങൾ ഓരോരോ കോക്കറി ആട്ടുന്നതാണ്. പിന്നെ നമ്മൾ നേരെ പോയത് മെട്രോ സ്റ്റേഷനിലേക്കാണ് കേട്ടോ, നമ്മൾ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക്. അവിടുന്ന് പിന്നെ നമ്മൾ മെട്രോ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനാണ് നിന്നത്. പിന്നെ നമ്മളെ വേറൊരു ഫ്രണ്ട് കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, രവി. 16 ദിവസം നിന്നിട്ട് 16 ദിവസം നിന്നിട്ട് ഇവർക്കെല്ലാം കഴിക്കാനും തുണി നനച്ചു കൊടുത്തു. ഡിസ്കസിങ് പീപ്പിൾ. എനിക്ക് സന്തോഷമായിരുന്നു, റെസ്റ്റായിരുന്നു. തുണി അലക്കി കൊടുത്തതും ഞങ്ങൾക്ക് അതുകൊണ്ട് ഇനിയും പോവാണ്. ഇനി 2 മാസം കഴിഞ്ഞ് ഗുണ്ട തിരിച്ചു വരും. ഓക്കെ. പിന്നെ രവി വന്ന് നമ്മൾ മെട്രോയിൽ കയറാൻ വേണ്ടി മേലേക്ക് പോവാണ് കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ പെണ്ണ് എന്ന് മെട്രോ സ്റ്റേഷനിലാണോ? നമ്മൾ കൂടുതലും മെട്രോ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരത്തെ എത്തി. പിന്നെ നമ്മൾ എല്ലായിടത്തും ഭയങ്കര നേരത്താണല്ലോ എത്തുക. എന്ത് ചെയ്യാനാ, അതങ്ങനെ ശീലമായിപ്പോയി, മൈൻഡ് ആക്കണ്ട.
ഇത് അവിടെ നിന്ന് നമ്മൾ നടന്നിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ടണലാണ്. എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഒന്നായിട്ട് മഹിഷറെ ചെന്ന പോലെ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിൻ്റെ മുന്നേ മഹിഷറെ പോയിക്കണേ, ഞാൻ പോയില്ല. ഇനി അത് പറഞ്ഞ് കമൻറ്റ് ഇടാൻ നിൽക്കണ്ട, ഞാൻ പോയില്ല. പക്ഷെ നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ പറയുമല്ലോ, അങ്ങനെ പറഞ്ഞാണ്. അതിന് മാത്രം ഇവിടെ ആൾക്കാർ ഓരോ സാധനം വിൽക്കാനും നിൽക്കുന്നുണ്ട്. എന്താ ബാഗ് ഉണ്ട്, ഡ്രസ്സ് ഉണ്ട്, ചെരുപ്പുണ്ട്, അതുണ്ട് ഇതുണ്ട്, എല്ലാ ഗുൽമാലുകളും ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. എപ്പോഴെങ്കിലും ബാംഗ്ലൂരിലോ മജസ്റ്റിക്കിലോ ഒക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഒന്ന് നടന്നു നോക്കണ്ടേ. നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങിയിട്ട് പോകാമല്ലോ. അല്ലാണ്ട് ഇവിടുത്തെ വില കുറവാണോ കൂടുതലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഒരു പ്രാവശ്യം ഇവിടുന്ന് ഒരു ചെരുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടോ, പക്ഷെ അത് വില കുറവാണോ കൂടുതലാണോ ചോദിച്ചാൽ എനിക്കറിയില്ല. അതിനുള്ള എന്തെല്ലാം പഠിച്ചു എനിക്ക് തന്നില്ലു. ഈ നമ്മള് പട്ടിപ്പണി എടുക്കണ റൂമില് കുറച്ച് ഫുഡുണ്ട്, ഫുഡുണ്ട്. പിന്നെ നമ്മള് സ്വന്തം തിരുമ്പണം. ഇനി മുതല് സ്വന്തം പാത്രം കഴുകണം, സ്വന്തമായിട്ട് പാത്രം കഴുകണം, സ്വന്തമായിട്ട് നമ്മള് ഫുഡ് ചൂടാക്കണം. ഇതൊക്കെയാണ് നമ്മളെ വലിയ ചൂടാക്കാൻ പോലും മടിയുള്ള കുറച്ച് സ്ത്രീകൾ, മടിയുള്ള സ്ത്രീകൾ. അങ്ങനെ കഷ്ടപ്പാടും കണ്ണീരും ഒക്കെ ഉണ്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങള് മെട്രോ സ്റ്റേഷനിൽ എത്തിക്കണേ. ഇനി നമ്മള് മെട്രോ തപ്പി പോണം. രവി പിന്നെ നമ്മളെ ഫ്രെയിമിൽ വന്നിട്ടോ, ഓന് നമ്മള് പോകുന്ന വഴിക്ക് തന്നെയാണ്. അങ്ങനെ നമ്മള് മെട്രോയിൽ കയറി. സീറ്റൊന്നും കിട്ടിയില്ല, ഒന്നും സീറ്റ് ഇട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് മെട്രോയിൽ സീറ്റ് ഇട്ടില്ല, ഇറങ്ങാൻ നേരത്തൊക്കെ സീറ്റ് ഇട്ടു. അതിൽ കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഏതായാലും നമ്മള് തിരിച്ച് AGBയിൽ എത്തിക്കണേ. അപ്പം അത്രേ ഉള്ളൂ. ബാക്കി ഏതെങ്കിലും സൺഡേയിൽ കാണാം. ഓക്കെ, ബൈ.